ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന അതിശക്തനായ യോദ്ധാവായിരുന്നു ഇന്ദ്രജിത്ത് എന്ന രാവണപുത്രൻ മേഘനാഥൻ. ദ്വാപരയുഗത്തിൽ ജീവിച്ചിരുന്ന കരുത്തനായ യോദ്ധാവായിരുന്നു സൂര്യപുത്രൻ കർണൻ. ഇവരിൽ ആരായിരുന്നു കൂടുതൽ ശക്തൻ? ഇവർ തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ആരായിരിക്കും വിജയിക്കുക? രണ്ട് യുഗങ്ങളിൽ ജീവിച്ചിരുന്ന ഇവരുടെ ശക്തികൾ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. സമാനതകളില്ലാത്ത ശക്തിയുള്ള ഈ യോദ്ധാക്കളോട് നേരിട്ട് പോരാടുവാൻ ആർക്കും തന്നെ സാധ്യമായിരുന്നില്ല. രണ്ട് യോദ്ധാക്കളും അവരവരുടെ കാലഘട്ടങ്ങളിലെ ഏറ്റവും മികച്ച പോരാളികളായിരുന്നു. ത്രേതായുഗത്തിൽ സ്വർഗത്തിൽ ചെന്ന് സാക്ഷാൽ ദേവരാജൻ ഇന്ദ്രനെ പോലും പരാജയപ്പെടുത്തിയ കരുത്തനായിരുന്നു രാവണപുത്രൻ മേഘനാഥൻ. ദ്വാപരയുഗത്തിൽ കർണൻ തൻ്റെ ദിഗ്വിജയത്തിൽ സകല രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി. തനിക്ക് പിതാവ് സമ്മാനിച്ച കവചകുണ്ടലങ്ങൾ നൽകിയ അമരത്വം മൂലം കരുത്തനായ സൂര്യപുത്രനെ വധിക്കുവാൻ ആർക്കും സാധ്യമായിരുന്നില്ല. രാവണപുത്രന് സാക്ഷാൽ മഹാദേവനും മറ്റ് ദേവകളും അതിശക്തമായ നിരവധി ദിവ്യാസ്ത്രങ്ങൾ നൽകിയിരുന്നു. അതിനാൽ തന്നെ ഇവർ തമ്മിൽ പോരാടിയാൽ ആരായിരിക്കും വിജയി എന്ന് പറയുക അസാധ്യമായിരിക്കും. എങ്കിലും ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. രാവണപുത്രൻ മേഘനാഥന് ദേവകൾ നൽകിയ അനുഗ്രഹത്തിന്റെ ശക്തി വളരെ വലുതായിരുന്നു. മേഘനാഥൻ നികുംഭില എന്ന കർമ്മഭൂമിയിൽ ചെന്ന് അസുര ഗുരുവായ ശുക്രാചാര്യരെ പുരോഹിതനാക്കി 7 മഹായാഗങ്ങൾ നടത്തി. ഈ യാഗങ്ങളിൽ സന്തുഷ്ടനായ മഹാദേവൻ മേഘനാഥന്റെ മുന്നിൽ പ്രത്യക്ഷനായി നിരവധി ദിവ്യാസ്ത്രങ്ങൾ അദ്ദേഹത്തിന് നൽകി. കൂടാതെ മഹാദേവൻ സമാധി എന്ന വിദ്യ മേഘനാഥൻ ഉപദേശിച്ചു കൊടുത്തു. ശത്രുക്കളുടെ ഇടയിൽ അദൃശ്യനായി പോരാടുവാൻ ഈ വിദ്യ സഹായിക്കും. പിന്നീട് ദേവരാജൻ ഇന്ദ്രനെ പരാജയപ്പെടുത്തുവാൻ മേഘനാഥൻ മഹാദേവൻ പകർന്നു നൽകിയ സമാധി എന്ന വിദ്യ പ്രയോഗിച്ചു. വിവാഹിതനും എന്നാൽ 14 വർഷം ബ്രഹ്മചാരിയായി ജീവിക്കുകയും ചെയ്ത ഒരാൾക്ക് മാത്രമേ മേഘനാഥനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന വരവും മഹാദേവൻ അദ്ദേഹത്തിന് നൽകി. ബ്രഹ്മദേവൻ മറ്റൊരു വരവും നൽകിയിരുന്നു. മേഘനാഥൻ ഒരു ഹോമം ചെയ്തു കഴിയുമ്പോൾ ഹോമകുണ്ഡത്തിൽ നിന്നും ഒരു തേരുയർന്നു വരുമെന്നും ആ തേരിൽ കയറി യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ വധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ലെന്നും. കർണന് സ്വന്തം പിതാവായ സൂര്യദേവൻ ജന്മനാൽ തന്നെ നൽകിയ കവചകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു. ഈ കവചകുണ്ടലങ്ങളുടെ ശക്തി അഭേദ്യമായിരുന്നു. ഒരു ദിവ്യായുധത്തിനും കവചകുണ്ടലങ്ങളെ നശിപ്പിക്കുവാൻ സാധ്യമായിരുന്നില്ല. കാരണം ഈ കവചകുണ്ടലങ്ങൾ അമൃത് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്. അതിനാൽ തന്നെ കവചകുണ്ടലങ്ങൾ അണിഞ്ഞ കർണനുമായി ഇന്ദ്രജിത്ത് യുദ്ധം ചെയ്തിരുന്നു എങ്കിൽ രാവണപുത്രന് ദേവകൾ നൽകിയ അനുഗ്രഹത്തിൻ്റെയും ദിവ്യായുധങ്ങളുടെയും ബലത്തിലും കൂടാതെ ഇന്ദ്രജിത്തിന്റെ മാന്ത്രിക താന്ത്രിക ശക്തികളുടെയും സഹായത്താൽ തീർച്ചയായും അദ്ദേഹം കർണനെ അബോധാവസ്ഥയിലാക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് കർണനെ വധിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ദിവ്യായുധങ്ങളുടെ താരതമ്യത്തിൽ മേഘനാഥന് ഗുരുവായ ശുക്രാചാര്യരിൽ നിന്ന് നിരവധി ദിവ്യായുധങ്ങളും ഗുരുവിൻ്റെ അനുഗ്രഹവും ലഭിച്ചു. ഇന്ദ്രജിത്തിന്റെ കൈവശം നാരായണാസ്ത്രം, വജ്രാസ്ത്രം, ബ്രഹ്മാസ്ത്രം, നാഗാസ്ത്രം, നാഗപാശാസ്ത്രം, വൈഷ്ണവാസ്ത്രം, പാശുപതാസ്ത്രവും കൂടാതെ ദേവലോകം ആക്രമിച്ച് കീഴടക്കിയപ്പോൾ അദ്ദേഹം ദേവകളുടെ എല്ലാത്തരം ദിവ്യാസ്ത്രങ്ങളും സ്വന്തമാക്കി. കൂടാതെ ഗുരുവായ ശുക്രാചാര്യരെ പുരോഹിതനാക്കിക്കൊണ്ട് ഇന്ദ്രജിത്ത് 7 മഹായാഗങ്ങൾ നടത്തി. ഇതോടുകൂടി ഇന്ദ്രജിത്ത് മഹാദേവനും മഹാവിഷ്ണുവും ഉൾപ്പെടെ സകല ദേവകളുടെയും അനുഗ്രഹം നേടിയെടുത്തു. കർണന് സ്വന്തം ഗുരുവായ പരശുരാമൻ നിരവധി ദിവ്യായുധങ്ങൾ പകർന്നു നൽകി. നാഗാസ്ത്രം, ബ്രഹ്മാസ്ത്രം, വജ്രാസ്ത്രം, ഭാർഗവാസ്ത്രം കൂടാതെ പരശുരാമന്റെ വിജയമെന്ന വില്ലും അദ്ദേഹം കർണന് നൽകി. എന്നാൽ കള്ളം പറഞ്ഞാണ് കർണൻ തൻ്റെ ശിഷ്യനായതെന്നറിഞ്ഞ പരശുരാമൻ സൂര്യപുത്രനോട് പറഞ്ഞു, കളവിലൂടെ സ്വന്തമാക്കുന്ന അറിവ് ഒരിക്കലും ഏറ്റവും ആവശ്യമായ സമയത്ത് പ്രയോജനപ്പെടില്ല. അതിനാൽ നീ കള്ളത്തരത്തിലൂടെ സ്വന്തമാക്കിയ ഈ ദിവ്യായുധങ്ങൾ നിനക്ക് ഏറ്റവും ആവശ്യമായ സമയത്ത് ഉതകാതെ പോകും. കർണന്റെ ആയുധശേഖരത്തിലെ മറ്റൊരു കരുത്തുറ്റ ആയുധമായിരുന്നു അദ്ദേഹം തൻ്റെ കവചകുണ്ടലങ്ങൾ ഇന്ദ്രന് ദാനം നൽകി സ്വന്തമാക്കിയ ഇന്ദ്രന്റെ ശക്തിവേൽ എന്ന ദിവ്യായുധം. എന്നാൽ മേഘനാഥൻ ഈ വേൽ കൈവശമുള്ള സാക്ഷാൽ ഇന്ദ്രദേവനെ തന്നെ പരാജയപ്പെടുത്തി ലങ്കയുടെ കൊടിമരത്തിൽ കെട്ടിയിട്ടു.
അതിനാൽ തന്നെ ആയുധബലത്തിൽ ഇന്ദ്രജിത്ത് തന്നെ കർണനേക്കാൾ ശക്തൻ. കവചകുണ്ടലങ്ങളുടെ ബലത്താൽ ഇന്ദ്രജിത്തിന് കർണനെ വധിക്കുവാൻ സാധിച്ചില്ലെങ്കിലും ദേവരാജൻ ഇന്ദ്രനെ ബന്ധനസ്ഥനാക്കിയതുപോലെ മേഘനാഥൻ കർണനെയും പരാജയപ്പെടുത്തും. കർണൻ തൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും കരുത്തുറ്റ യോദ്ധാവായിരുന്നു എന്നതിന് തെളിവായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിഗ്വിജയയാത്ര. ഈ യാത്രയിലൂടെ കർണൻ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഭാരതമൊട്ടാകെ ചുറ്റി സഞ്ചരിച്ച് എല്ലാ രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി. കൂടാതെ സുഹൃത്തായ ദുര്യോധനൻ ഭാനുമതിയെ സ്വയംവര മണ്ഡപത്തിൽ നിന്നും തട്ടിക്കൊണ്ടു പോരുമ്പോൾ എതിർത്ത ശക്തരായ എല്ലാ രാജാക്കന്മാരെയും കർണൻ പരാജയപ്പെടുത്തി. ദ്വാപരയുഗത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും കരുത്തുറ്റ യോദ്ധാക്കളിൽ ഒരാളാണ് കർണൻ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. എന്നാൽ മേഘനാഥൻ എന്ന ഇന്ദ്രജിത്ത് പരാജയപ്പെടുത്തിയത് കേവലം ഭൂമിയിലെ രാജാക്കന്മാരെ മാത്രമല്ലായിരുന്നു. ദേവലോകത്ത് ചെന്ന അദ്ദേഹം സകല ദേവകളെയും പരാജയപ്പെടുത്തി ദേവരാജനായ ഇന്ദ്രനെ തന്നെ ബന്ദിയാക്കി. ഇന്ദ്രജിത്ത് പരാജയപ്പെട്ടത് ലക്ഷ്മണന്റെ അടുത്ത് മാത്രമായിരുന്നു. അതും വിഭീഷണൻ ചതിച്ചില്ലായിരുന്നു എങ്കിൽ ലക്ഷ്മണൻ ഒരിക്കലും ഇന്ദ്രജിത്തിനെ വധിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ഇതിൽ നിന്നും ദ്വാപരയുഗത്തിൽ ജീവിച്ചിരുന്ന കർണനേക്കാളും മറ്റേതൊരു യോദ്ധാവിനേക്കാളും മികച്ച പോരാളിയായിരുന്നു ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന രാവണപുത്രൻ മേഘനാഥൻ എന്ന ഇന്ദ്രജിത്ത്. പുരാണ കഥകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.